അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് ബീർ മുഹമ്മദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സുബ്ഹാനൽ അസീസ് അവരുടെ മക്കാമാണ് നാം കാണുന്നത്. അടിമാലി മൂന്നാർ റൂട്ടിലാണ് ഈ മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം എല്ലാ വിഭാഗം ആളുകൾ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നു, നേർച്ചകൾ നൽകുന്നു. ഇവിടുത്തെ പ്രധാന ഒരു നേർച്ചയാണ് ഉപ്പ് നേർച്ചയാക്കി കൊണ്ടുവരുന്നു, പട്ടു കൊണ്ടുവരുന്നു, ചന്ദനത്തിരി കൊണ്ടുവരുന്നു. അങ്ങനെ ധാരാളം നേർച്ചകൾ ഇവിടെ നൽകാറുണ്ട്. ഈ കാണുന്ന സഹോദരൻ ഹിന്ദുവാണ്. പട്ട് കൊണ്ടുവന്ന് ആ മക്കാമിൽ വിരിച്ച രംഗമാണ് നാം കണ്ടത്. ഈ സഹോദരൻ പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. ഈ സഹോദരന് സാമ്പത്തികമായ പ്രതിസന്ധി വന്നപ്പോൾ ഇവിടെ വന്ന് പട്ട് വിരിക്കാമെന്ന് നേർച്ചയാക്കിയിരുന്നു. പട്ട് കൊണ്ടുവന്നു, ഈ മക്കാമിൽ വിരിച്ചു. അവർ പ്രാർത്ഥിച്ചു പോയി. ശേഷം ആഴ്ചകൾക്ക് ശേഷം ഇവരുടെ എല്ലാ വിഷമങ്ങൾ മാറിപ്പോയി എന്നാണ് ഈ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞത്. എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് ഈ സഹോദരൻ പട്ട് വിരിക്കാറുണ്ട്, ചന്ദനത്തിരി കത്തിക്കാറുണ്ട്. ഇങ്ങനെ എത്ര അനുഭവങ്ങളാണ് ഓരോരുത്തർക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഇതിനെ വിമർശിക്കുന്ന ഈ മഹാന്മാരെ നിസാരപ്പെടുത്തുന്ന മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് പോലത്തെ പുത്തൻവാദികൾ മുഅ്മിനീങ്ങളെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗം ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരെയും നിസാരപ്പെടുത്തിയാൽ ഈമാൻ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അവൻ്റെ ഖൽബിൽ നിന്ന് ഈമാൻ അള്ളാഹു എടുത്തു കളയുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു ആദരിച്ച വസ്തുക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യൽ മുഅ്മിനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, തഖ്വയുടെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹുവിൻ്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരുമാണ്. അവരുടെ ഹദറത്തിൽ ചെന്ന് നാം യാസീനോദി, മൗലിദ് ഓതി, ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹു നൽകുകയാണ്. എത്ര അനുഭവങ്ങളാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരെ സ്നേഹിക്കുന്ന ഖൽബ് മരണം വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.